ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നുഹയാസ് വേൾഡ്. അപ്പോൾ ഇതൊരു വീഡിയോ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് മോഡൽസ് ആണ് കേട്ടോ. ഗ്ലിറ്റർ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് വളരെ കുറഞ്ഞ ചിലവ് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു A4 സൈസിന് 15 രൂപയാണ് കേട്ടോ റേറ്റ്. അപ്പോൾ നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ ഇത് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്യണമെന്ന് താല്പര്യമുള്ളവരൊക്കെ ഒന്ന് പോയിട്ട് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഇതാ ഗ്ലിറ്റർ ഷീറ്റിലെ ആ ഒരു ഫസ്റ്റിലെ ഭാഗം തന്നെ ഞാനിതാ ഒരു 3 സെൻറ്റിമീറ്റർ അളവിലായിട്ട് മൂന്ന് കളേഴ്സും ഇതുപോലെ 3 സെൻറ്റിമീറ്റർ അളവിൽ നമ്മളിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ഇത് നമ്മളിതാ ഒരുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മളിത് 3 സെൻറ്റിമീറ്റർ അളവിൽ കറക്റ്റ് ഇതാ ഞാനിതാ ഒന്ന് അളവെടുത്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കാൻ എന്നിട്ടാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ മൂന്നും ഒരുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റിയൊരു മോഡലാണ് കേട്ടോ. അത്രയും സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ്. അപ്പോൾ ഞാനിതാ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതാ ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. B7000 ആണ് കേട്ടോ. അങ്ങനെ ഇതാ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതാ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പ് തന്നെ വെക്കാൻ നോക്കുക. ആ ഒരു കോണ് ഒരു ഹെയർ ബാൻഡ് മോള് ആവുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ശേഷം നമ്മൾ ആ ഒരു പീസിൻ്റെ മുകളിലും കുറച്ച് ഹെയർ ബാൻഡിൻ്റെ മുകളിലായിട്ട് ഇതാ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ച് ആ ഒരു പീസിൻ്റെ മുകളിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം നമ്മളിങ്ങനെ നെക്സ്റ്റ് നമ്മുടെ ആ ഒരു പീസ് വെച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് ആ ഒരു ഷീറ്റിലേക്ക് നമ്മൾ ആ ഒട്ടിച്ച ആ ഒരു പീസിലേക്ക് കുറച്ച് കയറ്റിയിട്ട് വേണം കേട്ടോ ഒട്ടിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മളിതാ മുഴുവനായിട്ട് ഒട്ടിച്ചെടുക്കേണ്ടതാണ് വേണ്ടത്. ഈ ഒരു രീതിയിൽ തന്നെ മുഴുവനായിട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓറഞ്ച്, വെള്ള, പച്ച ആ ഒരു രീതിയിൽ തന്നെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ആ ഒരു പീസിൻ്റെ മുകളിലും ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുമ്പോൾ കുറച്ച് തെന്നി മാറും പോലെ തോന്നും കേട്ടോ. അത് നമ്മുടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു പീസ് ആ ഒരു ടൈമിൽ തന്നെ എടുത്ത് വെക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു തെന്നി മാറും പോലെയൊക്കെ തോന്നുന്നതാണ്. അത് നന്നായിട്ട് തന്നെ അവിടെ ഒട്ടി നിൽക്കും കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ മുഴുവനായിട്ടും ഈ ഒരു രീതിയിൽ തന്നെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ഹെയർ ബാൻഡ് ഇതാ വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മോഡൽ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് കുറച്ചൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം തന്നെ ഇത് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കാം. അതിന് നമ്മൾ നെക്സ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നതാണ് ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റിൽ ഈ ഒരു ഹാർട്ട് ഷേപ്പിൽ ഞാനിതാ ഒന്ന് വരച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഇതാ 3 പീസും ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയൊരു മോഡൽ തന്നെയാണ്. ശേഷം ഇതാ നമ്മുടെ ഈ ഒരു അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ട് അതിലേക്കും ഈ ഒരു B7000 ഗ്ലൂ ഇതാ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോ കളേഴ്സായിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അത് ഗ്രീൻ വെച്ചു, പിന്നെ വൈറ്റ് വെച്ചു, പിന്നെ നമ്മൾ ഓറഞ്ച് കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതാ പെട്ടെന്ന് തന്നെ നമുക്കൊരു ക്ലിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തലയിൽ വെച്ച് കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു മോഡലാണ്. നമുക്കിതാ ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റ് നമുക്ക് ഈ ഒരു അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അളവൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് 3 കളേഴ്സും ഒരുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ഇതാ നമുക്ക് ഓരോ കളേഴ്സും ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാൻ എന്നിട്ട് വേണ്ട ഒരു ബോ പോലെ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഇതാ ഈ ഒരു ഓറഞ്ച് കളർ എടുത്തിട്ട് ഞാനിതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് 2 സൈഡും ഇതുപോലെ ഇങ്ങനെ ഉള്ളിലോട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മളൊരു ബോ ഉണ്ടാക്കുന്ന രീതി. എന്നിട്ട് ഇതാ നമ്മുടെ നൂലെടുത്തിട്ട് ഒന്ന് 2-3 ചുറ്റിൽ ചുറ്റിയിട്ട് അത് കെട്ടി കൊടുക്കുക എന്നിട്ട് വേണ്ടത്. ഇതേ രീതിയിൽ നമുക്ക് ആ ഒരു 3 കളേഴ്സും ബാക്കിയുള്ള 2 കളേഴ്സും ചെയ്തെടുക്കണം. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു മോഡലാണ്. ശേഷം ഇതാ നമ്മൾ 2 കളേഴ്സും കൂടി ഇനി ജോയിൻ്റ് ആക്കി കൊടുക്കാൻ എന്നിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇതാ 2 കളേഴ്സും കൂടി ഇനി നമുക്ക് നൂലെടുത്തിട്ട് ഇതാ ഇതുപോലെ കെട്ടി എന്നെടുക്കാം. ഇപ്പോൾ 2-3 ചുറ്റിയ ശേഷം നല്ല ടൈറ്റ് തന്നെ ഒന്ന് കെട്ടി കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു ഗ്രീൻ കളേഴ്സ് കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അങ്ങനെ ഇതാ ഒരു കളറും കൂടി എടുത്തിട്ട് ഇനി 3ഉം കൂടി നമുക്ക് ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ അതും നമുക്ക് 2-3 ചുറ്റിയതിന് ശേഷം നല്ല ടൈറ്റിൽ തന്നെ കെട്ടിക്കൊടുത്താൽ മതിയാകും. അപ്പോൾ അതാ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് കെട്ടിക്കൊടുക്കുമ്പോൾ നല്ല ടൈറ്റിൽ തന്നെ കെട്ടിക്കൊടുക്കാൻ നോക്കാം. ഈ ഒരു മോഡൽ തന്നെ നമുക്ക് ഹെയർ ബാൻഡിലോട്ടും അതുപോലെ ഹെയർ ക്ലിപ്പിലോട്ടൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതൊരു ക്ലിപ്പിലേക്ക് നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കിതാ ഈ ഒരു ഹെയർ ബാൻഡിലോട്ട് ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഈ ഒരു മോഡൽ നമുക്ക് നമ്മുടെ തിന്നായിട്ടുള്ള മെറ്റൽ ഹെയർ ബാൻഡിലോട്ടും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റൽ ഹെയർ ബാൻഡിലോട്ട് നമുക്ക് ഗ്ലിറ്റർ ട്യൂബ്, അതായത് വെയിറ്റ് ഗ്ലിറ്റർ ട്യൂബ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ ഇത് കാണാനായിട്ട്. ഗ്ലിറ്റർ ട്യൂബ് ഇട്ടതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് നമുക്ക് കട്ടിയുള്ള നൂല് കൊണ്ട് നമുക്കൊന്ന് ചുറ്റിയെടുത്താൽ മതിയാവും. അല്ലെങ്കിൽ ഗിയർ വെയർ ആകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഇത് നിൽക്കും കേട്ടോ, നന്നായിട്ട് തന്നെ ഇവിടെ നിൽക്കും. ഇത് വെച്ചോടത്തിന് ശേഷം ഇതാ നമ്മുടെ ഗിയർ വെയർ ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇത് 5 mm ഗിയർ വെയറാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗിയർ വെയർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നൂല് കൊണ്ട് തന്നെ ഇത് കെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ഗിയർ വെയർ ആകുമ്പോൾ കുറച്ചുകൂടി ടൈറ്റിൽ നിൽക്കുന്നില്ല രീതിയിലാണ് ഞാൻ ഗിയർ വെയർ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ 2-3 ചുറ്റിയതിന് ശേഷം ഒന്ന് അതിൻ്റെ ബാക്ക് സൈഡിലോട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. സെൻട്രലായിട്ട് നമുക്കിതാ ഈ ഒരു ബ്ലൂ കളർ ഗ്ലിറ്റർ ഷീറ്റ് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ ആ ഒരു സെൻട്രലായിട്ടുള്ള ഒരു നൂലിൻ്റെ ഇതൊക്കെ ഒന്ന് കവർ ചെയ്ത് നിൽക്കുകയും ചെയ്യും, നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ ഇതാ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതാ ഈ ഒരു ഹെയർ ബാൻഡും ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ തന്നെ നമുക്ക് സാറ്റിൻ കവേർഡ് ഹെയർ ബാൻഡിലോട്ടും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ മോഡലാണ് കേട്ടോ. ആ ഒരു ക്ലിപ്പ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു മോഡൽ ചെയ്തതാണ്. അപ്പോൾ ഇത്രയും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഗ്ലിറ്റർ ഷീറ്റ് കൊണ്ട്. കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്കിത് ഇത്രയും മോഡൽ ഈ ഒരു August 15, അതായത് ഇൻഡിപെൻഡൻസ് ഡേക്ക് നമുക്കിത് ഉണ്ടാക്കിയെടുത്ത് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് അതൊക്കെ നമുക്ക് കിട്ടുന്ന സാധനങ്ങളാണ് ഷോപ്പിലൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇനി ഗിവ് അവേയും കാര്യങ്ങളൊക്കെ നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ, ലൈക്ക്, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.